അപ്പോൾ എന്നാ ഉണ്ടാവും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അന്യായ വീഡിയോ ഇത്, വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. മൊത്തത്തിൽ വെടിയും പൊട്ടലും ചീറ്റലും മൽപ്പിടുത്തവും എല്ലാം കൂടെ ആയിട്ട് ഒരു സംഭവ ബഹുലമായ ഒരു ഹണ്ടിങ് ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തിൽ നടന്നത്. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ട്രിപ്പിൽ നടന്നു. അത് ഏതായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. നമ്മൾ പണ്ട് പോയ സ്ഥലം തന്നെയായ വാങ്ങിനോയി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഹണ്ടിങ്ങിന് പോയത്. നമ്മുടെ ഗൈഡും എല്ലാം പുള്ളി തന്നെയായിരുന്നു, നമുക്ക് തന്ന സഹായവും എല്ലാം പുള്ളി തന്നെയായിരുന്നു നമുക്ക് ചെയ്തു തന്നത്. ഏതായാലും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഇച്ചിരി ക്രൂവൽറ്റിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹണ്ടിങ് ആണ് താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ ഡിസ്ലൈക്ക് അടിക്കുകയോ അല്ലാതെ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പോവുക, കുഴപ്പമുള്ള കേസല്ല. അപ്പോൾ നിങ്ങളേതായാലും ഒരു കാര്യം മറക്കലിട്ടാതെ ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് കാണുമ്പോൾ ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ വീഡിയോ അതുപോലെ കഷ്ടപ്പാട് എടുത്താൽ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാൽ പിന്നെ നേരെ ഞാൻ വർത്താനം പറഞ്ഞില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം നമ്മുടെ ഹണ്ടിങ്ങിന് പോകാനായിട്ട് നമ്മൾ റെഡിയായിട്ട് നിൽക്കുവാണ്. ഞങ്ങളിതേപോലെ പെട്രോൾ പമ്പിൽ വന്ന് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഒരു ചെറിയ കാപ്പി മേടിച്ച് എന്നിട്ട് ഇനി എല്ലാവരും ഫുൾ പവറായിട്ട് ഒറ്റ വിടൽ. നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്. ഇത് ജോമിച്ചാരുണ്ട്, ജെഫ്രി ഉണ്ട്, ലിനോ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം സ്റ്റാഗിനെ അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോലെ ഫെലോഡിയറിന് സ്പൈക്കറിന് അടിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സ്റ്റാഗിനെ ഹണ്ട് ചെയ്യുക എന്നുള്ളത്. സ്റ്റാഗ് എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം നമ്മൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലത്തിനാണല്ല നമ്മൾ പോകുന്നത്. നമ്മൾ അടിച്ചിരിക്കും. ഇനി എല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവാനുഗ്രഹം കൂടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ 99% ഇന്ന് സ്റ്റാഗിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. സ്റ്റാഗിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു പൊരിക്കും. അപ്പോൾ ഇനി കൂടുതൽ വർത്താനം പറയുന്നില്ല, ലേറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് പോയേക്കാം. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചയിൽ യാത്രയിൽ കാണാം. ഇടയ്ക്ക് ഒരു ചായ കുടിച്ച് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. ബാക്കിയുള്ള സീൻ നമുക്ക് വഴിയേ കാണാം. നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹണ്ടിങ്ങിൻ്റെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഒരു ഭയങ്കര കോട. അപ്പോൾ ഈ കോട ഒന്ന് ഇച്ചിരി കുറഞ്ഞിട്ട് നമുക്കങ്ങ് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ അത് മാറുന്നേരം വരെ നമുക്ക് ഇതിലെ ചുമ്മാ നടക്കുകയും ചുമ്മാ കാഴ്ചകളൊക്കെ കാണാം. ഫുള്ള് പവറല്ലേ, അത്ര കേസുള്ളൂ. ഈ പുറകെ കാണുന്നതുണ്ടല്ലോ ഒരു ഫാം ഹൗസാണ്. ഇവിടെ നമ്മൾ രാത്രിയിൽ ഇപ്പോൾ 2 ദിവസത്തെ ഹണ്ടിങ് പരിപാടി അങ്ങനെ വല്ല കേസ് കെട്ടിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താമസിക്കാം. ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി മയിലും മുയലും അങ്ങനെയുള്ള ഒത്തിരി മൃഗങ്ങളുണ്ട്, ടർക്കി അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഒരു രാത്രി 2-3 ദിവസത്തെ ഒരു സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഹണ്ടിങ് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവന്മാർ എല്ലാവരും ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ്. ഇതേ നമ്മുടെ ലിനോ ക്യാമറ സെറ്റ് ചെയ്യുന്നു, ജോൻചാൻ അവൻ്റെ കത്തി കാര്യങ്ങൾ ബൈനോക്കുളർ എല്ലാം എടുക്കുന്നു. ഇത് നമ്മുടെ ജെഫ്രി ആദ്യമായിട്ടാണ് നമ്മുടെ ഹണ്ടിങ്ങിന് വരുന്നത്. ജെഫ്രിയുടെ കന്നി ഹണ്ടിങ് ആണ്. ഇന്നിപ്പോൾ സാധനത്തെ കിട്ടായിരുന്നു കഴിഞ്ഞാൽ ഇവൻ്റെ തല വെച്ചാൽ മതി. കാരണം കിട്ടും ഉറപ്പാണോ? ഓക്കെയാണോ? പുറകില് നമ്മൾ നമ്മുടെ പരിപാടി തുടങ്ങുവാണ്. ഇനി നമ്മൾ ഫുള്ള് കാട്ടിലുള്ള കളികളാണ്. നമ്മൾ ഏതായാലും ഇന്ന് വലിയ സ്റ്റാഗിനെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഇന്ന് നല്ല ദൂരം നടക്കാൻ കാണും. കാരണം സ്റ്റാഗ് ആയതുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ശബ്ദം കേട്ട് അവന്മാർ പെട്ടെന്ന് എസ്കേപ്പ് ആവും. ആ എസ്കേപ്പ് ആവാൻ നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി വിട്ടിട്ട് കുറച്ച് ദൂരം വണ്ടിയെ പോകാം. കോടയാണ്, അതുകൊണ്ട് ഏതായാലും നമ്മളൊരു ചായ കുടിച്ചൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു റെഡിമെയ്ഡ് ചായ. അപ്പോൾ നമ്മൾ കോടയൊക്കെ മാറിയതിന് ശേഷം വീണ്ടും നമ്മൾ സാധനത്തെ തപ്പി മുന്നോട്ട് നീങ്ങി.
അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും മാനുകളെ കണ്ടു, പക്ഷേ എല്ലാം തന്നെ വളരെ ദൂരെയായിരുന്നു. അവസാനം ഞങ്ങൾ ഒരു കൂട്ടം മാനുകളെ കണ്ടു, പക്ഷേ അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ലായിരുന്നു നിന്നത്. അവസാനം നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തി. അവിടെ നമ്മൾ ഗണ്ണ് സെറ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു പൊസിഷനായിട്ട് വെയിറ്റ് ചെയ്ത് നമ്മളവിടെ 2 മാനുകൾ നിൽക്കുന്നതിൽ അതിൽ ഏറ്റവും വലുതിനെയായിരുന്നു നമ്മൾ ലക്ഷ്യം വെച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ താഴെ നിൽക്കുന്ന കുഞ്ഞൻ അവൻ്റെ സമയദോഷത്തിന് അവൻ ഫ്രണ്ടിലേക്ക് കയറി വന്നു. കറക്റ്റ് അവൻ്റെ തന്നെ വെടി കൊള്ളുകയും ചെയ്തു. അതായിരുന്നു തെറ്റിപ്പോയത്. വേറെ നമ്മൾ ഷൂട്ട് ചെയ്ത സാധനം അവിടെ കിടപ്പുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ എടുത്തുകൊണ്ട് വരാം. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കാനല്ല, പോകുന്നതിന് മുമ്പ് ഒരെണ്ണത്തെ കൂടെ നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. സമയം പോലെ നമുക്ക് ഏതായാലും ചെയ്യാം. ഇനി ഏതായാലും അതിനെ പോയി എടുക്കട്ടെ നിങ്ങൾ കേട്ടോ. ശരി. ഈ കിടക്കുന്നതാണ് നമ്മൾ പൊട്ടിച്ച സാധനം. ഓ നല്ല ഷോട്ടായിരുന്നു കേട്ടോ. നല്ല മുട്ട സാധനം കേട്ടോ. ഓ നല്ല കൊമ്പ്. അപ്പുറം അതെ നമ്മുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കയറുവാ സംഭവം പൊളിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതിനങ്ങ് കട്ട് ചെയ്ത് അതിൻ്റെ വയറ്റിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അത്ര നമ്മൾ ചുമക്കണ്ടേ. അപ്പം നമുക്കിതിനെ ഇനി കട്ട് ചെയ്ത് ഒരു ബാഗ് പോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തില്ലേ അതുപോലെ തന്നെ തോളെ കയറ്റി തട്ടിയും കൊണ്ടുപോകും. എന്നിട്ട് സമയമുണ്ടെങ്കിൽ പോണ വഴിക്ക് നമ്മളൊരു ഡിയറിനെ കൂടെ സാധനം നമ്മൾ ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരെ നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിക്കണം. വെയിറ്റ് ഉണ്ട്. പരിപാടി വേഗം വിട്ടോ. എന്താ അല്ല, ഇതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഹണ്ടിങ്ങിൻ്റെ. അവസാനം ആകുമ്പോൾ സാധനത്തെ കിട്ടിക്കഴിയുമ്പോൾ രാവിലെ പോയിട്ട് നടന്നിട്ടാണെങ്കിലും ഒരെണ്ണത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ നിരാശ മൊത്തം നമുക്കങ്ങ് മാറുക. നമ്മൾ ഫുള്ള് പിന്നെ അങ്ങോട്ട് ഓണായിട്ട് ഫുള്ള് അടിപൊളി. നമ്മൾ പോകുന്നതിന് മുമ്പ് നോക്കട്ടെ ഒരെണ്ണത്തെ അങ്ങോട്ട് അടിക്കാൻ പറ്റുമെന്ന്. നമുക്ക് നോക്കിയിട്ട് ഒരു ഡിയറിനെ കൂടെ. Yeah, well, this is last chance gully. Yeah. Time was running out. It was running out. Yeah. We've got a little bit of daylight, so we might be able to shoot up over the hill and see if there's some over there. Yeah. അപ്പം നമ്മൾ പറഞ്ഞവർ തന്നെ നമ്മുടെ രണ്ടാമത്തെ മാനെ തപ്പി വീണ്ടും മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയ ആ സൈഡിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ലായിരുന്നു. കാരണം അവിടെ വെടിവെച്ചൊക്കെ ആയിട്ട് എല്ലാം നെറോസായി. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി കൂടെ മുന്നിലേക്ക് പോയി. നമ്മൾ പോയ വഴിക്ക് തന്നെ കുറച്ച് മാനുകളെ കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ വണ്ടി നിർത്തി, വണ്ടി തള്ളി, അല്ലെങ്കിൽ ഒച്ച കേട്ട് മാനെല്ലാം നെറോസായി പോയനെ. Something else, I guess. Yeah, നമ്മൾ രണ്ടാമത് പൊട്ടിച്ച മാൻ താഴെ അവിടെ മറിഞ്ഞ് കിടപ്പുണ്ട്. ഇരുട്ടാകുന്നതിന് മുമ്പ് പെട്ടെന്ന് അതിനെ കൊണ്ടുവരിക. കാരണം ഇച്ചിരി താഴേക്ക് അവൻ ഉരുണ്ട് പോയി. ഇനി ഏതായാലും നമുക്ക് അപുര നീ എടുത്തോളിയല്ലേ
രണ്ടാമതിനെ ഞാൻ എടുക്കും. എനിക്ക് വയ്യ. രാജനാണ് എടുക്കുന്നത്. ഇത് അപ്പുരാണ് എടുക്കുന്നത്. അതെ, നമ്മൾ സന്തോഷപൂർവ്വം സാധനത്തെ എടുക്കാൻ വേണ്ടി ആകാംക്ഷയോടെ താഴേക്ക് ഓടിച്ചെന്നു. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാഴ്ച നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. ഞങ്ങളാണെ തോക്കും എടുത്തില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മുന്നിൽ നിന്നും മാനേറ്റോടി. പിന്നെ അതിൻ്റെ പുറകെ നമ്മളും ഒരോട്ടമായിരുന്നു. പക്ഷെ ആ കാടിൻ്റെ അകത്തിട്ട് ഞാൻ മാനെ ചവിട്ടി എഴുതി. എൻ്റെ അമ്മോ, മയിലിൻ്റെ കാല് കുറയ്ക്കുന്നുണ്ടോ? എപ്പോൾ തുടങ്ങി ഓട്ടാന്നറിയാം. ഇതുണ്ടോ ഷോട്ട് കറക്റ്റ് ലെങ്സിൻ്റെ കൊടുത്തു, എന്നിട്ട് ചത്തില്ല. അത്ര ലോങ് ഷോട്ടല്ലായിരുന്നു, അതായിരിക്കും അല്ലേ? കഡ്ഡി ചെയ്യണമെന്ന് അപ്പുരാജിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് അപ്പുരാജ് തന്നെ ഇതിന് എത്തിയുടെ കേട്ടോ. അതിന് ഓടിച്ചിട്ട് കുത്തി എൻ്റെ കൈയെല്ലാം അവിടെ ഇവിടെയൊക്കെ പോരിട്ടുണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. നമുക്കിനി ഏതായാലും വന്നാലേ ഇതിനെ മുകളിലത്തെ വഴിയിലേക്ക് എത്തിക്കാം. ഇനി കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് വിട്ടേക്കാം. പിടിച്ചു പുള്ളി വെയിറ്റ് ചെയ്യുക. കിട്ടിയോ? അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. നേരെ വണ്ടിയെ കൊണ്ട് തട്ടിയേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏതായാലും നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകാം. ഫുള്ള് ബ്ലഡാണ്. അവസാനത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇച്ചിരി കടുപ്പിച്ചുള്ള കുത്തായിപ്പോയി. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് സാധനത്തെ കൊല്ലുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം അങ്ങനെ നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പാണ് നമ്മൾ ചെയ്തത്. നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് കൊന്നു. ഇപ്പം ഞാനെൻ്റെ ഉടുപ്പൊന്ന് മാറാം കേട്ടോ, അല്ലെ കടയിലേക്ക് ഒന്ന് കയറാനേ. അതെ, ഈ കിടക്കുന്ന 2 ചുണക്കുട്ടന്മാരെയാണ് നമുക്കിത് കിട്ടിയത്. 2 ആണുങ്ങളാണ്. നല്ല സൂപ്പർ സ്റ്റാഗ് സ്പൈക്കർ. ഇതിനെല്ലാം വീട്ടിൽ ചെന്ന് ക്ലീൻ ചെയ്യണം. Okay, anyway, thank you so much for your help and advice. We really appreciate that. Thank you. See you next time, eh? Yeah, Definitely. Hopefully next time we will shoot a big stag. You know, Yeah. deer. Yeah. You know, we will stay here and we will try out. We will take our time and you know, Yeah. we will shoot a big fellow, eh? Yeah, come at Easter time, man. That's Yeah. when the big boys are here. Okay, yeah. Then we will see you then. Sure. Yeah. അപ്പോൾ അതെ, നമ്മുടെ സാധനത്തെ 2 അമ്മമാരെ നമ്മൾ വീട്ടിലെത്തിച്ച് കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇവന്മാരെ സ്കിൻ ചെയ്യുക. ഇവന്മാരുടെ ഇറച്ചി നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ നമ്മുടെ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ചില്ലർ ഓൾറെഡി ഒരു 5 ഡിയർ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലമില്ല. പിന്നെ നമ്മൾ ഇവന്മാരെ ഏതായാലും നമ്മുടെ നാടൻ രീതി കുക്ക് ചെയ്യാനാണ് പോകുന്നത്. കുക്കറിൽ അടിപ്പിക്കുന്നതിനും ബിരിയാണി ഉണ്ടാക്കുന്നതിനും എന്ത് ടെൻഡർനെസ് ഇവനെ നമ്മൾ വേവിച്ചെടുക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി പെട്ടെന്ന് ഇവന്മാരെ തൊലിയെല്ലാം പൊളിച്ച് ക്ലീനാക്കി നമുക്ക് ഇറച്ചിയെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാം. രസം എന്ന് പറയുന്നത് നമ്മളെ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയി ഹണ്ട് ചെയ്ത് രാത്രിയിൽ ഇതിനെയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് ഇതൊക്കെ നമ്മൾ ഫുൾ ഫീൽ ചെയ്യുക നമ്മൾ ഈ അവസ്ഥ അല്ലേ. ഈ മീറ്റിന്റെ ഇവിടെ എത്തിക്കാൻ നമ്മളിവിടെ കഷ്ടപ്പാട് അതെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പാടുള്ള രസമൊന്നുമല്ല. ഇങ്ങനെ പൊളിച്ച് ഞാൻ പരിപാടി തീർന്നു. ഇത് നമ്മളിങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ ഇടുക. മുകളിലേക്ക് പിടിക്കരുത്. മുകളിലേക്ക് ഇങ്ങനെ വീണ്ടും ഇടുക. മീറ്റൊക്കെ നല്ല പരിപാടി തീർന്നുണ്ടോ. നല്ല ക്ലിയർ മീറ്റ് സാധനം ഏതായാലും പൊളിച്ച് ഈ പരിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ബാക്ക് സ്ട്രാപ്പ് ചെത്തിയെടുക്കുക. കാരണം ഇതാണ് ഏറ്റവും നല്ല ടെൻഡറായിട്ടുള്ള മീറ്റ്.
അതുകൊണ്ട് അത് ചെത്തിയെടുക്കുക, എന്നിട്ട് അവനെ ഒരു സ്റ്റേക്ക് രൂപത്തിലാക്കി കഴിക്കുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മുടെ പണി ഏകദേശം തീരാറായെന്ന് പറയാൻ നമ്മൾ മീറ്റ് എല്ലാം നമ്മൾ പോർഷൻ ചെയ്ത് നമ്മൾ ഫ്രീസറിൽ കയറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഇതാണ് നമ്മൾ ഈ ഹണ്ടിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ ആസ്വദിക്കുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ നമ്മൾ ഹണ്ടിങ്ങിന് പോയി, നമുക്ക് മീറ്റിനെ കിട്ടി, നമ്മൾ അത് പ്രോസസ്സ് ചെയ്തു, നമ്മൾ തന്നെ കട്ട് ചെയ്തു, അവസാനം അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പീസ് എടുത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ രാത്രി 12 മണി കഴിഞ്ഞു ഇവിടെ. എന്നാലും ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സീസണിങ് ആയ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീസണിങ് ആണ് അമേരിക്കൻ സ്റ്റേക്ക് സീസണിങ്. നമുക്ക് എന്തായിരിക്കാം ബ്യൂട്ടി, ഏറ്റവും നല്ല മീറ്റാണ്, ഏറ്റവും ടെൻഡറായിട്ടുള്ള. ഇവനെയാണ് നമ്മളിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് ഉറപ്പാണ് നല്ല ടെൻഡർ മീറ്റ് ആയിരിക്കും, കാരണം ബാക്ക് സ്ട്രാപ്പാണ്, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. നമുക്ക് ഇച്ചിരി ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട്, ഒലിവ് ഓയിലാണ് സ്റ്റേക്കിന് ബെസ്റ്റ്. പാൻ നല്ല ചൂടായിട്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ആദ്യത്തെ പീസ് അങ്ങ് എടുത്തിടാം. നല്ല രാത്രി 12 മണിക്ക്. ഇവിടെ ചെറിയ മഴയുണ്ട്, തണുപ്പാണ്. ആഹാ, നമുക്ക് ഈ മീറ്റിലേക്ക് ഇച്ച സീസണും കൂടി ഇട്ട് കൊടുക്കാം. റോസ്മേരി അല്ലേ? നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, നമ്മുടെ ഇത്ര നേരത്തെ അധ്വാനത്തിന് അവസാനമായപ്പോഴത്തേനും ഈ രീതിയിലെത്തി. നല്ല ബാക്ക് സ്ട്രാപ്പ് സ്റ്റേക്ക്. അപ്പോൾ നമ്മളിതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അതിന് ശേഷം ഓരോ ടെണ്ണമ്പലും അടിച്ച് എല്ലാവരും പിരിയുന്നു. എടാ വാടാ, എല്ലാവരും വന്നേ ടേസ്റ്റ് നോക്കി. അടിപൊളി മാന. അതെ, എല്ലാവരും അടിപൊളിയല്ലേ? ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന, ഇത്ര സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത, ഈ മൃഗീയമായ കാഴ്ചകളെല്ലാം കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഏതായാലും നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇതിനകത്തെ ഒരു കഷ്ടപ്പാട്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള ഓട്ടവും പിടുത്തവും സാഹസവും മൊത്തം ഇതൊക്കെ ഒരു വട്ടിൻ്റെ പുറത്തൊക്കെ ചെയ്യുന്ന എല്ലാം ഒരു രസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഏതായാലും നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണുന്നവരെല്ലാവരും ലൈക്ക് അടിച്ചേക്കണേ. കാരണം ഇവൻ്റെ ഓട്ടം കണ്ടായിരുന്നല്ലോ ഇവിടെ. ഞാൻ മാൻ്റെ പുറകെ ഓടിയപ്പോൾ ക്യാമറയോട് കൊടുത്ത് ഇവൻ്റെ പുറകെ ഓടിയതാണ്. നമ്മുടെ ഒരു പുതിയ വീഡിയോ അല്ലേ പുര? ഞങ്ങളൊരു വളരെ നാളത്തെ പ്ലാനിങ്ങും പ്രാക്ടീസിനും ശേഷമാണ് ഈ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് 1000 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ച് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. പക്ഷേ ആ വീഡിയോയുടെ പ്രത്യേകത, തോക്കിൻ്റെ സാന്നിധ്യമേ ഇല്ല, ഇത് മൊത്തം കൈപ്പണിയാണ്. ആ ആനിമലും വളരെ വ്യത്യസ്തമാണ്, നമ്മളിതുവരെ ഹണ്ട് ചെയ്യാത്ത ഒരു ആനിമലാണ്. പക്ഷെ ഞാൻ ഒരു അന്യ വേട്ടയാണ്. അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുക. ഏതായാലും അടിപൊളിയായിരിക്കും. നമ്മൾ പുതിയ വീഡിയോസ് ഏതായാലും അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ തട്ടിക്കൊള്ളുക. അപ്പോൾ ഇനി ഏതായാലും പുതിയ വീഡിയോ ആയി കാണുന്നിടം വരെ എല്ലാവർക്കും cheers.